എടാ എസ്തപ്പാനോസേ, ആ ഗംഗാധരൻ ഇതുവഴി എങ്ങാനും വന്നോടാ. അയ്യോ, ഭാര്യയുടെ കാശ് നീ അയാൾ വന്ന് തീർത്തില്ലേ? തന്നില്ല. ആ മരങ്ങോടിനെ കണ്ടാൽ ഞാൻ ചുട്ടുകളയും. ബോട്ട് പറഞ്ഞു. ഇതാരാ? കണ്ടാൽ അറിയില്ലേ? ആരോ നമസ്കരിക്കുന്നാവും മണ്ട. ഇന്ന് പതിവില്ലാണ്ട് ഗംഗാധരന്റെ ബോട്ടാണല്ലോ ആദ്യം പറഞ്ഞത്. എന്റെ ബോട്ട് നീ ഒളിച്ചിരിക്കായിരുന്നല്ലേടാ. ഇങ്ങോട്ട് എഴുന്നേക്കടാ ചതിയ. അത് നോക്കി, എന്റെ ബോട്ടാ വരുന്നത്. അതെനിക്കറിയാം. എന്റെ കാശാദ്യങ്ങള്. ഈ സാബാണൊരു പാവണ്. ഈ കടപ്പുറത്ത് ആദ്യമായി ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളുന്ന വിചാരം? 1.5 ലക്ഷം രൂപ. വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ. എന്നാലും കാശ് ബാക്കി നിൽക്കിയല്ലേ? കൂടി വന്ന 24 മണിക്കൂറേ ബാക്കി നിൽക്കുന്നുള്ളൂ. നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോഴും കിട്ടും 1.5 ലക്ഷം രൂപ. അതും വൈകുന്നേരം ഞങ്ങൾക്ക് തരും. അപ്പൊ എത്ര രൂപയായി? 3 ലക്ഷം. 3 ലക്ഷം രൂപയല്ലോ. ഞാൻ എത്ര തരാനുണ്ട്? 2.25 ലക്ഷം. ബാക്കി എത്ര? 25,000. 25,000 രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം. എപ്പ തരും? എപ്പ തരും? ഞാൻ തരാം. തരാന്ന് പറഞ്ഞ എപ്പ തരും എന്ന് പറ. ഞാൻ തരാന്ന്. എന്റെ കാശിന് വിലയൊന്നുമില്ലേ? എന്താ ഇത്? ഓക്രിത്രം പറഞ്ഞാലുണ്ടല്ലോ, ഇടിച്ച് എല്ലായിടത്തും പിച്ചാത്തി പിടിയിട്ടുള്ള ഞാൻ. സാബ് വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും. ഞാൻ വൈകിട്ട് വന്നേക്കാം. ആരും എന്റെ ബോട്ടിൽ കയറി പോരുത്. പിന്നെ ലേലം വിളിക്കാൻ വന്നവർ റെഡി കാശിലേക്ക് വിളിക്കാൻ നിൽക്കണ്ട. ഒറ്റ മീൻ പോലും ഇല്ലേ? രമണ, ഇതെന്താണ് മത്സ്യകന്യക? മത്സ്യകന്യകൻ. രമണ, നീ എന്തായി പറയുന്നത്? ഇത് ഡെഡ് ബോഡി അല്ലേ? ഡെഡ് ബോഡിയാ? ഇതാ ആര് പറഞ്ഞ ഡെഡ് ബോഡിയാണെന്ന്? ആ ചെകള വിളിച്ചൊന്ന് നോക്കിയേ, ജീവനുണ്ട്. ഞാനിപ്പോ പഞ്ചാബിനോട് എന്ത് പറയും? ഇതിനെന്തിനാ പഞ്ചാബിനോട് പറയണത്? ഇതിന് ആശുപത്രി കൊണ്ടോ മുതലാളി പോരെ? ചതിച്ചല്ലോടാ നീ. ആദ്യത്തെ വലയടിച്ചതില് വീണത് ഇവനാ. ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു. നന്നായി. മുതലാളി ആഗസ്റ്റ് 15-ന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും. പടക്ക് കിട്ടിട്ട് എന്തിനാ പട്ടിന്റെ അണ്ണാക്കിലിട്ട് പൊട്ടിക്കാനാ? പടക്കല്ല പണ്ടിറങ്ങാനായിട്ട് പതക്കം. ഈ കാലം പിടിച്ചേ. എന്തേ ഈ ഡെഡ് ബോഡി ആശുപത്രി കൊണ്ടുപോകണം മുമ്പ് ഇവിടെ കിടന്ന് മരിച്ചാലുണ്ടല്ല മുതലാളി എന്നെ സമാധാനം പറയേണ്ടി വരും. എന്നാ പിന്നെ പണ്ടാറങ്ങണം. മുതലാളി ഒന്ന് എന്താടാ? ഓടിച്ച നീ മരുന്ന് മേടിച്ചുണ്ടാ. ഇവിടെ ഉള്ള മരുന്ന് കൊടുത്താൽ മതി. 1/2 സ്പൂൺ വെച്ച്. ഓക്സിജൻ ഓക്സിജൻ മേടിച്ചു കൊടുക്കണം. ഒരു കുറ്റി ഇപ്പോഴല്ലേ കൊടുത്തു, അതിന് കുടിച്ചെടുത്താ. ആ ജനലിൽ തുറന്നു പറ. ഇവിടെയൊക്കെ കണ്ടവാൻ ഓക്സിജൻ ഉണ്ട്. വലിച്ചു കയറ്റട്ടെ. എന്നെ ചവിട്ടിട്ട് നീ കരയുന്നോളാം ജോണ്ടി. എന്നെ എന്താടോ ഇത്? ഒന്ന് പതുക്കെ വന്നൂടെ? സ്ലോ മോഷനിൽ വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്ററെ. അയ്യോ, എന്ത് പറ്റും മുതലാളി? എന്തെങ്കിലുമൊക്കെ പറ്റണ ലക്ഷണമുണ്ട്. ഈ പണ്ടാരത്തിനെ കടലിൽ നിന്ന് കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഈ കിടക്കണത് ആരാണെന്ന മുതലാളിയുടെ വിചാരം? ലക്ഷപ്രഭുവാണ്, ലക്ഷപ്രഭു. പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും. ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസ്. കല്ലാസല്ല, കള്ളാസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിളിയുള്ള വീട്ടിലെ പയ്യനാണെന്ന്. ഇവനെ രക്ഷപ്പെടുത്തിയ മകൾ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ ഇന്ന്. തന്നില്ലെങ്കിലോ? കടപ്പുറ ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്ക് അറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഇവൻ ആരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്നറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാന്ന് ചോദിച്ചാ പോരെ? അപ്പൊ അവൻ പറയില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ ഫോട്ടോ കളഞ്ഞേക്കാം. വന്നു. ആര്? ബോധം. ഭൂതോ? ഭൂതമല്ല, ബോധം. കണ്ണൂർ ചിരിക്കാട്ടില്ലേ?